കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികളുടെ കലാകായികമേള കേളീരവം 2026 വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. സംസ്ഥാനതല മേളയ്ക്ക് ഈ വർഷം കല്ലാച്ചി ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആതിഥ്യം വഹിക്കുന്നത്. ഇന്നലെ രാവിലെ സ്കൂൾ ഗ്രൗണ്ടിൽ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രതീഷ് പതാക ഉയർത്തിയതോടെയാണ് 2 ദിവസത്തെ പരിപാടി തുടങ്ങിയത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റ് നടന്നു. നാദാപുരം DYSP കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായി. വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS പ്രീത അധ്യക്ഷത വഹിച്ചു. കല്ലാച്ചി GCI സൂപ്രണ്ട് രോഷിത P സ്വാഗതം പറഞ്ഞു. സ്വാഗത സംഘം കൺവീനർ മുഹമ്മദ് സിറാജ് നരിക്കുനി, ട്രഷറർ MK അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വൈകുന്നേരം കലാമേളയുടെ ഉദ്ഘാടനം EK വിജയൻ MLA നിർവഹിച്ചു. നമ്മുടെ ആധുനിക കാലയളവിൽ സാങ്കേതിക വിദ്യക്ക് ഏറെ പ്രസക്തിയുണ്ട്. നേരത്തെ പഴയ തലമുറ SSLC, ഇപ്പോൾ +2 ആണ്, പ്രീ ഡിഗ്രി, ഒരു ഡിഗ്രി കരസ്ഥമാക്കുക എന്നതിനപ്പുറത്ത് തൊഴിൽ മേഖലയിലേക്ക് കടക്കാൻ കഴിയാതെ കേവലം ഒരു ക്ലാർക്ക് എന്നതിനപ്പുറത്തേക്ക് പോകാതെ പിന്നെ പ്രൊമോഷനായിട്ട് പോകുന്നതാണ്. ചിലതൊക്കെ ഡയറക്ടർ സെലക്ഷൻ കിട്ടുന്നുണ്ട്. AI കാലയളവിലേക്ക് എത്തി. ASI കാലയളവിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും സാധ്യതയും ഇന്ന് പൊതുസമൂഹത്തെ സ്വാധീനിക്കുകയും കുട്ടികളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന മേഖലയാണ് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖല. അതിൽ കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവാം, പോളിടെക്നിക്കുകൾ ഉണ്ടാവാം, മറ്റ് കോളേജുകളും സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും ഇന്ന് കേരളത്തിൽ നിലവിൽ വന്നിരിക്കുകയാണ്. തൊഴിലിന് അനിവാര്യതയാണ്. അപ്പോൾ അതിന് സഹായകരമായി തൊഴിൽ ലഭിക്കാനുള്ള പരിശീലനവും വേണ്ടതുണ്ട്. മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. അതൊന്നും തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. 2 കൊല്ലത്തെ നിങ്ങളുടെ ഡിപ്ലോമ കോഴ്സിന് ശേഷം ഇപ്പോൾ നമ്മുടെ നാട്ടിലും വിദേശത്തുമുള്ള ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ, ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനിലൂടെ ജോലി കിട്ടിയവർക്കും ജോലി കിട്ടാത്തവർക്കും ഡിഗ്രി കൂടി കരസ്ഥമാക്കാൻ കഴിയുന്ന സാഹചര്യവും യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട്. തൊഴിലിനോടനുബന്ധിച്ച് ഒട്ടേറെ തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമായി ഉണ്ട്. അതിലിപ്പോൾ 17 സർക്കാർ കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇന്നുള്ളത് എന്ന് നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു. തുടക്കം കുറിച്ചത് കൊച്ചിയിലാണ്. ഇതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞ മേഖലകളൊക്കെ തന്നെ ഇന്ന് തൊഴിലധിഷ്ഠിതമായ മേഖലകളിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം ഈ വളയം വിദ്യാലയത്തിൽ തന്നെ നമ്മുടെ നൈപുണ്യം അതിന് പരിശീലനത്തിലൂടെ പ്രകടിപ്പിച്ച് നാട്ടുമ്പുറയിലെ തൊഴിൽ ലഭിക്കാൻ നമ്മൾ അമ്മമാർ, കുടുംബിനികളായ ആളുകൾക്കുൾപ്പെടെ ഉള്ള പരിശീലനം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് KP പ്രതീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് PS പ്രീത, വൈസ് പ്രസിഡന്റ് M ദിവാകരൻ, ജോയിന്റ് ഡയറക്ടർ സിനിമോൾ, ജനപ്രതിനിധികളായ ആഷിഫ്, അപർണ, GCI PTA പ്രസിഡന്റ് MK അഷ്റഫ്, വളയം സ്കൂൾ PTA പ്രസിഡന്റ് KP സജിലേഷ്, KN ദാമോദരൻ, CH ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഒരു ഡസ്റ്റ് പെയിന് 15 രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും 25. ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും 99 കൊടുത്താൽ മതി. ഈ ഒരു മഗ്ഗിന് വെറും 10 രൂപ കൊടുത്താൽ മതി. അയാളൊക്കെ വെറും 65 ഉള്ളൂ. മാറ്റിനൊക്കെ വെറും 25 രൂപ കൊടുത്താൽ മതി. 20 വാൾട്ടിന്റെ ലൂക്കർ ട്യൂബിന് വെറും 99. 9 വാൾട്ടിന്റെ LED ബൾബിന് വെറും 35 ഉള്ളൂ. നമ്മളെ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് മാത്രമായിട്ട് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് 1 മാസത്തേക്കാണ് ഇമ്പീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത്. 3 പീസ് കണ്ടെയ്നറൊക്കെ വെറും 199 കൊടുത്താൽ മതി. അവർക്ക് 269 ആണെങ്കിൽ ഫ്രൈ പാൻ വെറും 299. ഈ ഒരു ബാത്റൂം ബ്രഷിന് 30 രൂപയുള്ളൂ. 5 ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കുകയാണെങ്കിലും ഡിഷ് വാഷ് എടുക്കുകയാണെങ്കിലും വെറും 99. 3 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും 2 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും
299. ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും 65 ഉള്ളൂ. അപ്പച്ചട്ടിക്ക് 229. 2 കാസറോളിന് വെറും 575 കൊടുത്താൽ മതി. 10 ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും 1049. സെല്ലോന്റെ പ്ലേറ്റിനൊക്കെ വെറും 55 കൊടുത്താൽ മതി. 23 പീസ് ഡിന്നർ സെറ്റിന് വെറും 1249. 60 രൂപക്കാണ് ജഗ്ഗൊക്കെ കൊടുക്കുന്നത്. 2 ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിനൊക്കെ വെറും 1199 കൊടുത്താൽ മതി.